ഇവിടെ പടം വരയ്ക്കാൻ വന്നിട്ട് ഒരുപാട് നാളായോ? ഇത്രയും നാളായോ? എന്തൊക്കെ വരയ്ക്കും? ക്രിസ്മസ് ട്രീ. സാറ് വീട് വരയ്ക്കാൻ പറഞ്ഞ് സാറ് പറഞ്ഞ് നല്ലോണമൊക്കെ വരച്ച്. നമസ്കാരം, അഞ്ചാലുമൂട് മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് വന്നു നിൽക്കുന്നത് ഒരു കലാകാരനെയും അദ്ദേഹത്തിൻ്റെ ഒരു കലാപീഠത്തെയും പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ്. CKP ജംഗ്ഷന് സമീപമുള്ള ചിത്രമൂല ചിത്രകലാപീഠത്തെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്ഥാപനം. ഒരുപാട് ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെയൊക്കെ കടന്നു ചെല്ലുമ്പോൾ പലതരത്തിലുള്ള ഇൻസ്റ്റലേഷൻസും വരകളും ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഇതാണ്ട് ഈ സ്ഥാപനത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. നമസ്കാരം. എൻ്റെ പേര് അഭിലാഷ്, ചിത്രമൂല. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇത് ഏകദേശം ഒരു 1.5 കൊല്ലമായതേ ഉള്ളൂ. ഇതിലേക്ക് വരാനുണ്ടായ എന്തായിരുന്നു ബേസിക്കായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാവുമല്ലോ? എന്തായിരുന്നു? ഏകദേശം ഒരു കുറേ വർഷങ്ങളായിട്ടിങ്ങനെ ഞാൻ എൻ്റെ ഈ ആർട്ട് ഫീൽഡിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കുറേ പേരൻസൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു എന്തെങ്കിലും ഒരു ക്ലാസ് എടുത്തു കൊടുക്കുമോ ഡ്രോയിങ്ങിൻ്റെ. അപ്പോഴൊന്നും ഒന്നാമത് ഞാൻ ഈ കൊമേഴ്സ്യൽ വർക്കുകൾ, ആർട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആർട്ടിനകത്ത് തന്നെ ഒരു ആഴ്ചയിൽ ഒരിടത്ത് ഇരുന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് പല സംഘടനയ്ക്കൊക്കെ വേണ്ടിയിട്ട്. വെക്കേഷൻ ടൈമിലൊക്കെ പോയിട്ട് അവർക്ക് ക്യാമ്പുകൾ അങ്ങനെയൊക്കെ അതൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും റെഗുലറായിട്ട് ഒരിടത്ത് പോയിരുന്ന് ക്ലാസ് എടുക്കാനുള്ള ഒരു ഇതിലല്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആർട്ടിൻ്റെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് തന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചിത്രമൂല ടീമാണ് ഏറ്റവും കൂടുതൽ ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ആർട്ടിൻ്റെ ഇപ്പം ഗേറ്റ് ആർട്ട് വർക്കുകൾ, ഇൻസ്റ്റലേഷൻസ്, ഇങ്ങനെയുള്ള ആർട്ട് വർക്കുകളൊക്കെ ഞങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ വാൾ പെയിൻറ്റിങ് അങ്ങനെയുള്ള കുറേ മേഖലകളിൽ നിൽക്കുന്നുണ്ട്. തന്നെ ഈ റെഗുലറായിട്ടൊരു ക്ലാസ് എടുക്കാനായിട്ട് ഒരു പ്രശ്നമുണ്ട്. അന്നേരം അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞൊരു വർഷം ഇപ്പോൾ ഇവിടെ ഇത് NSSൻ്റെ ഒരു സെൻട്രൽ സ്കൂൾ നടന്നൊരു സ്ഥലമായിരുന്നു, ഒരു പ്രീ പ്രൈമറി സ്കൂൾ നടന്നൊരു സ്ഥലമായിരുന്നു. കഴിഞ്ഞൊരു അധ്യയന വർഷത്തോടുകൂടി ഈ സ്കൂൾ അവർക്ക് നിർത്തേണ്ടി വന്നു, കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ. അന്നേരം ഞാൻ വിചാരിച്ചു, അന്നേരം ഈ കുട്ടികളെ കുറച്ച് പേരെ ഇരുത്തി ഒരു ക്ലാസ് തുടങ്ങാമല്ലോ, ഒരാഴ്ചയിൽ ഒരു 2 ദിവസത്തെ ക്ലാസ് തുടങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളിത് ഏറ്റെടുക്കുകയും കഴിഞ്ഞ വർഷം കർണികാരം എന്ന് പറയുന്ന 2024 ഒരു വലിയൊരു ക്യാമ്പ് നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിൽ ഏകദേശം ഒരു പ്രശസ്തരായിട്ടുള്ള ചിത്രകാരന്മാരും മറ്റ് മേഖലകളിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളും എല്ലാം വന്ന് ഈയൊരു നമ്മുടെ കർണികാരം ക്യാമ്പിലേക്ക് വരികയും ആ ക്യാമ്പിൽ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് നല്ല ആക്ടിവിറ്റീസൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം റെഗുലറായിട്ട് നമുക്കിവിടെ കലാപീഠത്തിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഏകദേശം 10-45 കുട്ടികളോളം ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ആഴ്ചകളിലൊന്നും എല്ലാ കുട്ടികളും വരത്തില്ല. ഏകദേശം ഒരു 20-25 കുട്ടികളോളം റെഗുലറായിട്ട് കുട്ടികൾ വരുന്നുണ്ട്. അത്യാവശ്യം കുട്ടികൾക്കെല്ലാം ഇവിടെ വന്നതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കുന്നുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു വർഷമാകുന്നു. ഞാൻ ഇവിടെ വന്നു തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ട്രെയിനായിരുന്നു മോസ്റ്റ്ലി വരയ്ക്കുന്നത്. ഇപ്പോൾ എല്ലാം എനിക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. സാർ നല്ലോണം പറഞ്ഞൊക്കെ തരുന്നുണ്ട്, നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. പ്രൈസ് എന്തുവാ, LEP ലീഗ് ഓഫ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻകാർ നടത്തിയ ഒരു ചിത്രരചന മത്സരം ഉണ്ടായിരുന്നു 8-ാം തീയതി. അവിടെ ഞാൻ പോയപ്പോൾ എനിക്ക് ഞാൻ അന്ന് ഒരു ടോപ്പിക്ക് വന്നത് മലിനമാക്കപ്പെടുന്ന സമുദ്രം. അതിന് എന്ത് വരയ്ക്കണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അഭിലാഷ് സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഈയിടെ നടന്നൊരു കപ്പൽ മറിഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ട് വരച്ച് നോക്കാൻ പറഞ്ഞു. എനിക്ക് അന്ന് സെക്കൻഡ് പ്രൈസ് കിട്ടി. മുതിർന്ന കുട്ടികളോടൊപ്പം തന്നെയാണ് നമ്മുടെ കുട്ടികൾ ചെന്ന് അവർക്ക് മത്സരിക്കാനും പ്രൈസ് കിട്ടി. ഞാൻ അവരുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞില്ല, പ്രൈസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മത്സരിക്കുക. പക്ഷെ അവർ മത്സരിച്ചു, അവർക്ക് സെക്കൻഡ് പ്രൈസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും ആർട്ടിൽ. പിന്നെ നമ്മൾ പഠിച്ച കുറേ നമ്മൾക്ക് ഒരു ഗുരുനാഥനുണ്ട്. ആ ഗുരുനാഥൻ നമുക്ക് പകർന്നു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അന്നേരം ഇതെല്ലാം നമ്മളിലൂടെ മാത്രം അവസാനിക്കാതെ
നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ച് കുട്ടികൾക്കും കൂടി നമ്മുടെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങൾ അവരിലൂടെയും പോകണമെന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആഴ്ചയിലൊക്കെ വർക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആഴ്ച ഒരു 2 ദിവസം ശനി ഞായർ ദിവസങ്ങളിൽ 10 മണി മുതൽ 12 മണി വരെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ക്ലാസ് പകർന്നു കൊടുക്കുന്നുണ്ട്. 98-2000 കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ KV ജ്യോതിലാൽ സാറ്, പുള്ളി ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ബിരുദം എടുത്ത് പുള്ളി ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം സ്കൂൾ മാഷായിട്ട് ജോലി ചെയ്തു. അതിലുപരി അദ്ദേഹം കൊല്ലത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു എൻ്റെ ചിത്രകലാ പഠനം തുടക്കം. അത് കഴിഞ്ഞിട്ട് കാനായി സാറൊക്കെ 2002 കാനായി സാറ് പങ്കെടുത്തൊരു വലിയൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു കൊല്ലത്ത്, നിറക്കൂട്ടെന്ന് പറഞ്ഞ ലളിത അക്കാദമിയുടെ. ആ ക്യാമ്പിൽ പങ്കെടുത്തത് എൻ്റെ ഒരു ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. ആ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടായി. അതിലുപരി ഒരുപാട് വലിയ ചിത്രകാരന്മാരുമായിട്ട് പങ്കെടുക്കാനുള്ളൊരു, അവരുമായിട്ടൊക്കെ സഹകരിക്കാനും അവരുമായിട്ട് ആ കോണ്ടാക്ട്സ് നിലനിർത്താനായിട്ടുള്ളൊരു വലിയൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം എൻ്റെ ജീവിതത്തിലൊരു ചിത്രകലയിലൊരു വലിയൊരു മാറ്റങ്ങളുണ്ടായി. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അക്കാഡമിയുടെ കുറേ ക്യാമ്പുകൾ, പിന്നെ എക്സിബിഷൻസ്, പിന്നെ പിന്നൊരു പഠനം തന്നെ ആയിരുന്നു. ചിത്രകലയിലുള്ളൊരു വലിയൊരു പഠനം തന്നെ ആയിരുന്നു. ആദ്യമായിട്ട് എൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നത് ഹൈദരാബാദിലായിരുന്നു. അവിടെ ഒരു വലിയൊരു ട്രസ്റ്റിൻ്റെ എൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുകയും അവർ എന്നെ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഹൈദരാബാദിലൊരു നല്ലൊരു എക്സിബിഷനാണ് സംഘടിപ്പിച്ചത്. അവരായിരുന്നു അതിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അക്കാഡമിയുടെ കുറേ പ്രോഗ്രാംസുകൾ, അല്ലാതെ സംഘടനകൾ, ഈ ആർട്ടിൻ്റെ തന്നെ കുറേ സംഘടനകളുണ്ട്, അവരുടെ എല്ലാം പ്രോഗ്രാമുകൾ പങ്കെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗാന്ധി ഭവൻ്റെ ഒരു പുരസ്കാരം എനിക്ക് കിട്ടി, ചിത്രകലാ പുരസ്കാരം. പത്തനാപുരം ഗാന്ധി ഭവൻ്റെ പുരസ്കാരം കിട്ടി. അവിടുത്തെ പുതിയൊരു ഡി അഡിക്ഷൻ സെൻറ്റർ പുതിയൊരു ഇത് വന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ചിത്രങ്ങൾ മൊത്തം വരയ്ക്കാനുള്ളൊരു ഭാഗ്യം, അതൊരു എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം തന്നെ. അത് ഈ കൊറോണ ടൈമിലായിരുന്നു. അത് ഞങ്ങൾ അവിടെ തന്നെ, ഞങ്ങൾക്ക് അവിടെ സ്റ്റേ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തത് ഞങ്ങളൊരു 3-4 ആർട്ടിസ്റ്റുകൾ, എൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ നിന്നിട്ട് അവിടെ കുറേ ഡ്രോയിങ് ഒക്കെ ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അതിലുപരി ഗാന്ധി ഭവൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരുപാട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രസ്ഥാനമാണ്. അന്നേരം അവിടെ അത്രയും ഒരു വർക്ക് ചെയ്യാൻ പറ്റിയതൊരു വലിയൊരു ഭാഗ്യമായി കരുതുന്നു. അതിലുപരി അവിടെ മോട്ടീഫ് എന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്ന് 15 ചിത്രകാരന്മാരെ, പ്രശസ്തരായിട്ടുള്ള 15 ചിത്രകാരന്മാരെ ഉൾപ്പെടുത്തി മോട്ടീഫ് എന്ന് പറയുന്നൊരു വലിയൊരു ചിത്രകലാ ക്യാമ്പ് അവിടെ നടത്തി. ആ ചിത്രങ്ങളെല്ലാം അവിടെ നമ്മുടെ ഇപ്പം യൂസഫലി സാർ അവിടെ ഒരു വലിയൊരു 16 കോടിക്ക് ഒരു വലിയൊരു ബിൽഡിംഗ് അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. അന്നേരം ആ ബിൽഡിങ്ങിൽ അമ്മമാരും വൃദ്ധരായിട്ടുള്ള അച്ഛന്മാരും ഒക്കെ ഉള്ള ആ മുറികളിലൊക്കെ അവർക്ക് കാണാൻ, അന്നേരം അവർക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. ഒരു ചിത്രകല ക്യാമ്പ്, കുറേ ചിത്രകാരന്മാരിരുന്ന് വരയ്ക്കുന്നു. അന്നേരം അവരൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്ന് ഇടപഴകുകയും ഇതൊക്കെ എന്താണ് മോനെന്നൊക്കെ പറയാം. അന്നേരം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറയുക. അന്നേരം അവരുമായിട്ടൊരു, അന്നേരം സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുറേ ഈ കലയെന്ന് പറയുമ്പോൾ അതിനൊരു സ്നേഹം എന്നും കൂടി ഉണ്ട്, അതിനൊരു അർത്ഥമുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെ ആയിരുന്നു ഇതുവരെയും നമ്മൾ ചിത്രകലയിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം പേര് പറഞ്ഞു അഭിലാഷ് ചിത്രമൂല എന്ന് പറഞ്ഞു. ഈ ചിത്രമൂല എന്ന ആ വേർഡിന് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ചിത്രമൂല വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കൊമേഴ്സ്യൽ ആർട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സബരി എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഞാൻ ഈ കൊമേഴ്സ്യൽ ബോർഡുകളും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയായിരുന്നു വെച്ചിരുന്നത്. അന്നേരം എൻ്റെ ബ്രദറാണ്, എൻ്റെ ജ്യേഷ്ഠൻ സുദർശനൻ, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ചിത്രമൂല എന്നുള്ള ആ പേര് തന്നെ കൊണ്ടുവരുന്നത്. എന്നാൽ അതിനു മുമ്പ് മൂകാംബിക ക്ഷേത്രത്തിലൊരു ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിരുന്നു. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആ യാത്രയിലൊക്കെ അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. അന്നേരം അന്ന് അവിടെ ഒരു ചിത്രമൂല എന്ന് പറയുന്നൊരു ചെറിയൊരു സംഭവമുണ്ട്. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് കലകളും വിദ്യകളും അഭ്യസിക്കുന്നതിന് അതിൽ ബെറ്റർ ആയിട്ടുള്ളൊരു പേരില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ ഈ പേര് വന്നിട്ട്. അതുകൊണ്ട് ഇപ്പം ചിത്രമൂല എന്ന് പറയുന്ന സ്ഥാപനം വന്നിട്ട് ഏകദേശം 17 കൊല്ലം കഴിഞ്ഞ്, 18 കൊല്ലം ആവാറായി. അന്നേരം അന്ന് അങ്ങനൊരു സ്ഥാപനം വരുന്നതും, ആ സ്ഥാപനം വന്ന സമയത്ത് ഒരു ആർട്ടിൽ അങ്ങനൊരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ അങ്ങനെ അത് ഒരുപാട് പേര് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നീ വർക്ക് ചെയ്തൊക്കെ ഇങ്ങനെ വരച്ചൊക്കെ വർക്കുകളൊക്കെ ചെയ്ത് നിന്നാൽ പോരെ, അങ്ങനെ സ്ഥാപനമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അത് റെൻ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെ. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. അന്നത്തെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ എൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിലേക്ക് വരാനുള്ളൊരു സാഹചര്യം ദൈവാധീനം കൊണ്ട് അങ്ങനെ സംഭവിച്ചു. ചിത്രമൂല ഇന്ന് എന്നെ അറിഞ്ഞില്ലെങ്കിലും ചിത്രമൂല എന്ന് പറയുന്നൊരു സ്ഥാപനം കൊല്ലം ജില്ലയിൽ അത്യാവശ്യം അറിയപ്പെടുന്നൊരു സ്ഥാപനമായി. ഇന്ന് കൊല്ലത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം, ഇപ്പോൾ ഗവൺമെൻറ് വർക്കുകളായാലും അല്ലാത്ത വർക്കുകളെല്ലാം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ഒരു ഭാഗ്യം കൊണ്ടൊരു ചെറിയൊരു പ്രസ്ഥാനമായി മാറി. ഈ ചെയ്ത വർക്കുകളിൽ ഇപ്പം എടുത്തു പറയാൻ പറ്റുന്ന, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ വർക്കുകളൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന വർക്കുകൾ ഏതൊക്കെയായിരുന്നു? കഴിഞ്ഞ വർഷം നമ്മുടെ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം,
ഏകദേശം 15-16 കൊല്ലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കൊല്ലത്തൊരു സംസ്ഥാന സ്കൂൾ കലോത്സവം വരുന്നത്. ഈ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു സ്കൂൾ മാമാങ്കമാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ. ഈ കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള പേരൻസും ജനങ്ങളും മൊത്തം വന്ന് കാണുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ഇൻസ്റ്റലേഷൻ വർക്ക് ചെയ്തു വെക്കുമ്പോൾ അവരെല്ലാം കാണുകയാണ്. അന്നേരം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും റോഡ് സൈഡിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തു വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ അന്ന് ഞാൻ ഒരുപാട് നിരവധി ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലെ ചിത്രകലാ പരിഷത്തിൻ്റെ സംസ്ഥാന ക്യാമ്പുകൾ മുതൽ പിന്നെ അല്ലാതുള്ള സംഘടനകളുടെ ലളിതകലാ അക്കാദമിയുടെ ക്യാമ്പുകൾ, അങ്ങനെ ഒരുപാട് വിവിധ ക്യാമ്പുകളിൽ പങ്കെടുക്കാനുള്ളൊരു സാഹചര്യവും അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഗാന്ധി ഭവനിൽ മോട്ടീഫ് എന്ന് പറയുന്ന അവിടുത്തെ അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു ക്യാമ്പ് സംഘടിപ്പിച്ചു. അത് കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള ചിത്രകാരന്മാർ തന്നെയാണ് പങ്കെടുത്തത്. പിന്നീട് കർണികാരം, നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞ കർണികാരം കുട്ടികളുടെ ക്യാമ്പിനോടനുബന്ധിച്ച് തന്നെ കർണികാരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പ്. പിന്നെ കൊല്ലത്ത് മൺസൂൺ ഫെസ്റ്റിൻ്റെ ഫുള്ള് അതിൻ്റെ ഇതെല്ലാം ഞാനായിരുന്നു കോർഡിനേറ്റ് ചെയ്തത്, കോട്ടയം ആർട്ട് ഫൗണ്ടേഷൻ്റെ. അത് കൊല്ലത്ത് 8 പോയിൻ്റ് ആർട്ട് കഫേയിലായിരുന്നു. പിന്നെ ഇപ്പം നിലവിൽ കൊല്ലം TB സെൻറ്റർ, മെഡിക്കൽ ഓഫീസ്, അങ്ങനെ NHM നാഷണൽ ഹെൽത്ത് മിഷൻ, അവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലോക ലഹരി വിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ചിത്രരചന ക്യാമ്പ് ഇപ്പം കഴിഞ്ഞ ഈ 31-നായിരുന്നു. അതും ഞാനായിരുന്നു ചെയ്തത്. അവാർഡുകളെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു 2024 കഴിഞ്ഞ വർഷം എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടിയായിരുന്നു. അത് ഊട്ടിയിൽ വെച്ചായിരുന്നു. അവരുടെ പ്രോഗ്രാംസ്, അതിൻ്റെ ഇതെല്ലാം നടന്നത്, പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടന്നത് അവിടെ വെച്ചായിരുന്നു. അന്നേരം അത് എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു ഒരു ഡെസിഗ്നേഷൻ കിട്ടിയതിന് ശേഷമാണ് എനിക്ക് സത്യം പറഞ്ഞ കുട്ടികൾക്കൊരു ക്ലാസ് എടുക്കാനുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടായത്. ഇപ്പം നിലവിലെന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലാസ് എടുക്കുന്നത് ഞാൻ മാത്രമല്ല, വേറെ 2 അധ്യാപകരുണ്ട്. എനിക്ക് എൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ ആഴ്ചയിലും ഞാനല്ല ക്ലാസ് എടുക്കുന്നത്. പിന്നെ ക്ലേ മോഡലിങ്ങിന് അതിന് പ്രത്യേകം ക്ലാസ്, അതിന് അധ്യാപകരുണ്ട്. വാട്ടർ കളർ അത് ചെയ്യുന്ന ഇതുണ്ട്. അങ്ങനെ വിവിധ മേഖലയിലുള്ള ആർട്ടിൻ്റെ അങ്ങനെയുള്ള അധ്യാപകരും കൂടി നമ്മൾ മാസത്തിലൊക്കെ അവരും വന്ന് ക്ലാസ് എടുത്തിട്ട് അങ്ങനെ മിക്സഡ് രീതിയിലാണ് ഇങ്ങനെ ക്ലാസ്സുകൾ പോകുന്നത്. പിന്നെ അവാർഡ് എന്ന് പറയുമ്പോൾ ഗാന്ധി ഭവൻ്റെ ചിത്രകലാ പുരസ്കാരം, പിന്നെ ആദരവുകൾ, അങ്ങനെ കുറേ ഇതൊക്കെ കിട്ടിയതിന് ശേഷമൊക്കെ പിന്നെ ചിത്രകലയിൽ ആ മേഖല നിൽക്കുന്നതുകൊണ്ട് തന്നെ മിക്ക നമ്മുടെ നാട്ടിലുള്ള സംഘടനകളൊക്കെ ആദരിച്ചിട്ടുണ്ട്. നമ്മുടെ അഞ്ചാലുമൂട് മീഡിയയിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു കലാകാരനും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തെക്കുറിച്ചും. അപ്പോൾ ഇവിടെ വന്ന് കണ്ടതിൽ കുറേ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു വലിയ പ്രചോദനം തന്നെയാണ് നമ്മുടെ അഭിലാഷ് ചിത്രമൂല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള കലാജീവിതത്തിനും ഒപ്പം ചിത്രമൂലയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനും ഒക്കെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ നമ്മളോടൊപ്പം പങ്കെടുത്തതിൽ, ഈ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി പറയുകയാണ്. ഒരുപാട് നന്ദി. ഞാൻ താങ്ക്സ് ഞാനാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അഞ്ചാലുമൂട് മീഡിയ അത്യാവശ്യം നല്ല ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ കണ്ടൻറ്റ് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ഞാൻ സ്ഥിരം ഒരു പ്രേക്ഷകനാണ് നിങ്ങളുടെ. അന്നേരം അഞ്ചാലുമൂടിനെക്കുറിച്ച് അറിയുക എന്നുള്ളതൊരു, നമ്മൾ ജനിച്ച നാടിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റുള്ള നാടിനെക്കുറിച്ച് അറിയാൻ. അന്നേരം എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ തലമുറകളിൽ നമ്മുടെ അപ്പനും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ മുത്തശ്ശിമാരും നമ്മുടെ നാട്ടുകാരും അവരൊക്കെ പറഞ്ഞു തന്നൊരു നമ്മുടെ നാടിനെ പറ്റിയിട്ടുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറകൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അവരുടെ നാടിന്, അവർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ അവർ തിരക്കാണ്, നല്ല ബിസിയാണ്. പിന്നെ മൊബൈലിൻ്റെ കാലഘട്ടം, അതിലൂടെയൊക്കെ പോകുമ്പം ഏകദേശം സ്വന്തം നാടിൻ്റെ കുറേ ചരിത്രങ്ങളൊക്കെ, എല്ലാ നാടിനും അതിൻ്റെതായിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. നമ്മുടെ നാടിന് ഒരുപാട് നമുക്ക് അറിയാൻ പറ്റാത്തൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പക്ഷേ ആ ചരിത്രങ്ങളിലൂടെയൊക്കെ ഈ തിയേറ്ററിൻ്റെ, ഞാൻ നിങ്ങളുടെ ഒരു ഇത് കണ്ടതാണ്, തിയേറ്ററിൻ്റെ നമ്മുടെ മേഖലയിലുള്ള, പക്ഷേ ഈ വാഴയിൽ ജംഗ്ഷൻ, അങ്ങനല്ലേ വാഴങ്കൽ ജംഗ്ഷൻ, അവിടെയുള്ള ആ തിയേറ്ററിനെ കുറിച്ച് എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അത്യാവശ്യം ബാക്കിയുള്ളതൊക്കെ പറഞ്ഞതിനെ കുറിച്ചൊക്കെ അറിയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തിയേറ്റർ അവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ ഈ ചാനൽ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത്. അന്നേരം തിയേറ്ററിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ നാടിനെ അറിയുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. അങ്ങനെ അറിയിക്കാനുള്ളൊരു മനസ്സിന് ഞാനൊരു താങ്ക്സ് പറയുന്നു. വളരെ സന്തോഷം.